CMRL എക്സാലോജിക് ഇടപാടിലെ അന്വേഷണത്തിൽ ഇഡിയുടെ തുടർ നീക്കങ്ങൾ കോടതി വിധിക്ക് ശേഷം CMRLനെതിരെ നടപടികൾ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ മറ്റുള്ളവർക്ക് ആ നിർദ്ദേശം ബാധകമല്ല. എന്നാൽ വിധി അനുകൂലമായാൽ മാത്രം വീണാട്ടി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകാനാണ് നിലവിലെ ഇഡിയുടെ ആലോചന. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ലിഡിയ, വെരി ഗുഡ് മോർണിംഗ്. ഈ എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഉള്ള കോടതി വിധി എന്നത് അത് അന്തിമമല്ല. വെള്ളിയാഴ്ചയാണ് ഈ ഹർജിയിൽ അന്തിമമായി കോടതി വിധി പറയുക. പക്ഷെ അപ്പോഴും വളരെ കരുതലോടെ മാത്രമാണ് ഇഡി നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റുള്ള കക്ഷികൾക്ക്, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ അടക്കമുള്ള നീക്കങ്ങളിൽ വളരെ കരുതലോടെയും ശ്രദ്ധയോടു കൂടി മാത്രമാണ് ഇഡി നീങ്ങുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് ലിഡിയ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ വളരെ കരുതലോടെ തന്നെയാണ് ഇഡി നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ഇഡി അന്വേഷണം തടയണമെന്നും ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ചയാണ് കോടതി വിധി പറയുക. അതുവഴി തുടരന്വേഷണം പാടില്ല, CMRLനെതിരെ തുടരന്വേഷണം പാടില്ല, അല്ലെങ്കിൽ തുടർ നടപടികൾ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ്, അത്തരത്തിലൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു വിധി അനുകൂലമായാൽ മാത്രം ടി വീണയ്ക്കെതിരെ അടക്കം ഈ നടപടികൾ സ്വീകരിക്കുന്ന കാര്യമാണ് ഇഡി ആലോചിക്കുന്നത് എന്നുള്ളതാണ്. അതുവരെ തുടർ നടപടികൾ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടി വീണയെ അടക്കം ചോദ്യം ചെയ്യാനുള്ള ആലോചന ഇഡി നടത്തിയിരുന്നു. പ്രത്യേകിച്ച് രേഖകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ രേഖകളും കാര്യങ്ങളും ഒക്കെ പിടിച്ചെടുത്തിരുന്നു. പ്രത്യേകിച്ച് അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് അടക്കം കടന്നിരുന്നു. ആ ഒരു സമയത്താണ് ഈ CMRLന്റെ ഹർജി വരുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി അത് ഡിവിഷൻ ബെഞ്ച് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ 3 മണിക്കൂർ നീണ്ട വാദത്തിനൊടുവിലാണ് ഇത്തരത്തിൽ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ CMRLന് ആശ്വാസമാണ്, അല്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇന്നലെ അത്തരത്തിലുള്ള വാദങ്ങളായിരുന്നു. അതായത് ഇഡിയുടെ അന്വേഷണ പരിധി, അധികാര പരിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വാദമാണ് CMRLന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ECIR രജിസ്റ്റർ ചെയ്യാൻ, ഈ SFI അന്വേഷണത്തിന്റെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്യാനാവില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വാദിച്ചു. പക്ഷേ ഈ നിലവിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ECIR കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താം, അത് നടത്തേണ്ടതുണ്ട് എന്നുള്ള നിലപാടാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടരന്വേഷണം വേണമെന്ന ശക്തമായിട്ടുള്ള വാദം തന്നെയാണ് ഇഡി ഉന്നയിച്ചത്. അപ്പോൾ 3 മണിക്കൂറോളം വാദം കേട്ടിരുന്നു. അതിനുശേഷം കോടതി പറഞ്ഞത് ഇത്തരത്തിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയധികം ഈ ഒരു അന്വേഷണത്തെ ഭയപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അന്വേഷണത്തിന് ശേഷം, അല്ലെങ്കിൽ മതിയായ തെളിവുകൾ ഹാജരാക്കിയതിനു ശേഷം നിരപരാധിയാണെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഇതിനുശേഷമാണ് വെള്ളിയാഴ്ച വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. അതുവരെ CMRLനെതിരെ തുടർ നടപടികൾ ഉണ്ടാവില്ല. പക്ഷേ ഈ ടി വീണയുടെ കാര്യത്തിലും ഈ ഒരു വിധി അനുകൂലമായാൽ മറ്റു തുടർ നടപടികൾ, ചോദ്യം ചെയ്യുന്നതടക്കം, സമൻസ് അയക്കുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇഡി ആലോചിക്കുന്നത്. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.